ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഏതൊക്കെ ബീച്ചുകളിലാണ് പ്രോഗ്രാംസ് ഉള്ളത് നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് മൊനമ്പം ബീച്ചിലാണ്. അവിടെ വാട്ടർ സ്പോർട്സും കയാക്കിങ്ങും സ്ഥിരമായിട്ടുള്ളതാണ്. അതുപോലെ മൊനമ്പം ബീച്ചിൽ വേറെ സ്റ്റേജ് ഷോയും കാര്യങ്ങളില്ല, വാട്ടർ സ്പോർട്സ് ആണുള്ളത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ബീച്ച് റോഡ് കയറി കാറ്റാടിക്കടവ് ബീച്ചിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ചെറായി ബീച്ച് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ റൈറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ബീച്ച് എത്തും. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഇവിടെ ഫുഡ് ഫെസ്റ്റ്, അതുപോലെ വിപണനമേള, അതുപോലെ ജെയിൻറ്റ് വീല് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ബീച്ചിൻ്റെ സൈഡിൽ സ്റ്റേജ് പ്രോഗ്രാംസ് നടക്കാറുള്ള ചെറായി ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബീച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ വലിയൊരു നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡിസംബർ 31 വരുന്നത് ഗാനമേളയാണ്, അതുപോലെ വെടിക്കെട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചെറായി ബീച്ചിൽ നിന്ന് 1 കിലോമീറ്റർ മാറി രക്തേശ്വരി ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറെ പ്രോഗ്രാംസ് നടക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ കുഴിപ്പള്ളി ബീച്ചിലെത്തിയിട്ടുണ്ട്. വലിയൊരു സ്റ്റേജ് ഉണ്ടെങ്കിലും ഇന്നിവിടെ സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളും നടക്കുന്നില്ല. എറണാകുളം ജില്ലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉള്ള ഒരേ ഒരു ബീച്ചാണ് കുഴിപ്പള്ളി ബീച്ച്. ഒരാൾക്ക് 100 രൂപയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ബീച്ച് റോഡ് കയറുമ്പോൾ ഓരോ ക്ലബ്ബുകൾ ഇതുപോലെ സാന്താക്ലോസിനൊക്കെ ഉണ്ടാക്കി വെച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അധികാരം വിസിറ്റ് ചെയ്യാത്ത അടിപൊളി ബീച്ചുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ വളപ്പ് ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വളപ്പ് ബീച്ചിൻ്റെ എൻട്രൻസിലായിട്ട് ഇതുപോലെ ഒരുപാട് കടകൾ കാണാം, ഫുഡ്സിൻ്റെ സ്നാക്സിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളും നടക്കുന്നില്ല. അവിടെ നിന്ന് നമ്മൾ നേരെ എത്തിയത് പുതുവൈപ്പ് ലൈറ്റ് ഹൗസ് ബീച്ചിലേക്കാണ്. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ ടൂറിസം മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മേളയുടെ ഭാഗമായിട്ട് ജെയിൻറ്റ് വീൽസും അതുപോലെ ഒരുപാട് ഫുഡ് കോർട്ടുകളും സ്നാക്സ് സ്പോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഡിസംബർ 31 രാത്രി 9 മണിക്ക് ഇവിടെ സ്റ്റേജിൽ DJയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഈ ബീച്ചിൽ ആ കാണുന്ന വലിയൊരു മരത്തിൽ LED ലൈറ്റുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഫെസ്റ്റിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ വൈപ്പിൻ ഫെറിയിൽ കയറിയിട്ട് ഫോട്ടോ ബീച്ചിലേക്ക് പോയി. അപ്പോൾ എല്ലാ വർഷങ്ങളിലെയും ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പപ്പഞ്ഞിയെ കത്തിക്കുന്ന ഗ്രൗണ്ടാണിത്, പരേഡ് ഗ്രൗണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് ഇവിടെ സ്റ്റേജ് ഷോയും അതുപോലുള്ള പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോ വെച്ച് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് നേരെ വെളി ഗ്രൗണ്ടിലേക്ക് പോയി. അവിടെയാണെങ്കിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിൽ കത്തിക്കുന്ന ഏറ്റവും വലിയ പപ്പാഞ്ഞി എന്ന് പറയുന്നത് ഈ വെളി ഗ്രൗണ്ടിലുള്ള ഈ പപ്പാഞ്ഞിയാണ്. അതുപോലെ തന്നെ LED ലൈറ്റുകൾ കൊണ്ടുള്ള പലതരത്തിലുള്ള ആർച്ചുകളും ലൈറ്റുകളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോ വെച്ച് വെളി ഗ്രൗണ്ടിലുള്ള പ്രധാന ആകർഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആണിത്. അപ്പോൾ ഈ വർഷം വെളി ഗ്രൗണ്ടിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ നീല ലൈറ്റിലാണ് തിളങ്ങുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും ബീച്ചുകളിലാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്. ഇതിലെവിടെ പോകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ.